നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്ക് ഉറച്ച വിശ്വാസമാണ് ബംഗാളിൽ ഇത്തവണ ഭരണം പിടിച്ചെടുക്കും എന്നുള്ളത്. മമത അടിതെറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത്. തൃണമൂൽ കോൺഗ്രസ് അതോടുകൂടി ഇല്ലാതാവുകയും ചെയ്യും. CPM-ഉം കോൺഗ്രസും അവിടെ ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നടന്ന മത്സരം ഒരു ഘട്ടമാണ് പോളിംഗ് കഴിഞ്ഞിരിക്കുന്നത്. തൃണമൂലും BJP-യുമായിട്ടുള്ള പോരാട്ടമാണ് നടന്നത്. അപ്പോൾ തൃണമൂലിൻ്റെ അവസാനമായിരിക്കുമോ ഇത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടന്ന 152 സീറ്റിൽ 110 കിട്ടുമെന്ന് പ്രധാനമന്ത്രി അമിത്ഷായും ഒരേ സ്വരത്തിൽ അവർ പറയുന്നു. ഇപ്പോൾ ഡം നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മോഡി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്, മമതയുടെ അവസാനത്തെ ഭരണമാണിത്, മമതയുടെ ഭരണം അവസാനിച്ചിരിക്കുന്നു, അതിനുവേണ്ടി ഒരു വോട്ട് വികസിത ബംഗാളിന് തരണം. ബംഗാൾ അന്നും ഇന്നും ചിത്തരഞ്ജൻ കാർഖാന, ആ സ്ഥലങ്ങളെല്ലാം അങ്ങനെയാണ്. പഴയ റെയിൽവേ ഫാക്ടറികളും പഴയ തുരുമ്പ് പിടിച്ച പാളങ്ങളും ഇതൊക്കെയാണ്. പണ്ട് കൽക്കട്ട എന്ന് കേട്ടാൽ നമുക്കറിയാം, കേരളം എവിടെ പോയാലും കൽക്കട്ടയിൽ പോയാൽ ജോലി കിട്ടും, ഇല്ലേ? ശ്യാം ബശുവിൻ്റെ കഥാപ്രസംഗങ്ങളിൽ മെയിൻ കൽക്കട്ട എന്നൊരു കഥാപാത്രവും തെരുവീതിയും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കൽക്കട്ടയെ ഇവർ ഭരിച്ച് 35 വർഷം കമ്മ്യൂണിസ്റ്റ് ഭരിച്ചില്ലാതാക്കി, 10 വർഷം മമതാജി ഭരിച്ചില്ലാതാക്കി. അതിനൊരു മാറ്റത്തിന് വോട്ട് തരണമെന്നാണ് ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ഡംഡനിൽ പ്രസംഗിച്ചത്. ഇത് മമതാ യുഗം കഴിഞ്ഞു. തിരിച്ച് അവർ പ്രസംഗിച്ച എന്താ? ബംഗാളുകാരനല്ലാത്ത മുഖ്യമന്ത്രി ബംഗാളിൽ വരും, അതുകൊണ്ട് നിങ്ങൾ NDAക്ക് വോട്ട് കൊടുക്കരുത്, വീണ്ടും എന്നെ തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് മമത പറഞ്ഞിരിക്കുന്നത്. ബംഗാളിൽ അതിന് നല്ല മറുപടി അമിത്ഷാ കൊടുത്തു. മമതയുടെ മരുമകനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബംഗാളിൽ ഉദ്ദേശിക്കുന്നത് നല്ല നല്ല ബംഗാളികൾ ഉണ്ട്, കർഷക കുടുംബത്തിലുള്ള നേതാക്കളുണ്ട്, സാധാരണക്കാർ ജനിച്ചപ്പോൾ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച വ്യക്തികളല്ലാത്ത നേതാക്കളെ നമ്മൾ ബംഗാളിൽ മുഖ്യമന്ത്രി ആക്കുമെന്ന് നമ്മുടെ അമിത്ഷാ മറുപടി മമതയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എത്രയെത്ര നേതാക്കൾ, സുവേന്ദു അധികാരി തുടങ്ങിയ നേതാക്കൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലുണ്ട്. മുൻ കേന്ദ്രമന്ത്രിയായിരുന്നവരുണ്ട്. ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് കഴിവുള്ള വ്യക്തിയാണ്, അദ്ദേഹമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നേതാക്കളുള്ളപ്പോൾ തിരഞ്ഞെടുപ്പ് എന്തെങ്കിലും സംസ്ഥാനത്ത് ചെയ്ത് കാണിച്ചിരുന്നു എങ്കിൽ വോട്ട് ചോദിക്കുന്നതിൽ അതിശയമില്ല. കേരളം പോലെയാണ് ബംഗാളും. എന്തൊക്കെ കാശ് ഡെവലപ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ടോ പദ്ധതികൾക്ക് വേണ്ടി, റോഡുകൾക്കും റെയിലിനും വിമാനത്താവളം, എത്ര കാലം കൊണ്ട് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം പറഞ്ഞു, പൊളിഞ്ഞു കിടക്കുന്ന ഡം വിമാനത്താവളം നന്നാക്കണം, അതിന് സ്ഥലം അക്വസിഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് ജീവിക്കുവാൻ പറ്റാത്ത വിലക്കയറ്റവും പൊറുതിമുട്ടിയിരിക്കുന്നതാണ് നരേന്ദ്രമോദിജിയുടെ പ്രസംഗത്തിൽ എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചിട്ടുള്ളത്. കർഷകർക്ക് അർഹമായ പ്രാതിനിധ്യങ്ങളില്ല, പെൻഷനുകളില്ല, ജീവിത നിലവാരം മോശം. അവിടെ ഒരു വരേണ്യവർഗത്തിൻ്റെ ആൾക്കാരെ മമത സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നുഴഞ്ഞുകയറ്റക്കാർ, തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിന്ന് തീവ്രവാദികളും ചില ഇന്ത്യൻ സ്നേഹമില്ലാത്ത മുസ്ലിം സഹോദരങ്ങളും നുഴഞ്ഞു കയറുന്നവർക്ക് നല്ല ഐഡൻറ്റിറ്റി കാർഡും റേഷൻ കാർഡും എല്ലാം കൊടുത്ത് മമത സംരക്ഷിക്കുന്നു. ഇന്ന് 32 ലക്ഷത്തോളം വോട്ടർമാർ SIRൽ നിന്ന് ബംഗാളിൽ നിന്ന് മാറിയത് BJPക്ക് അനുകൂലമാണ്. ഈ 28-32 ലക്ഷം വരുന്ന വോട്ടർമാർ അന്യ രോഹിന്ദുകളും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നും നുഴഞ്ഞു കയറുന്ന വോട്ടറായി, റേഷൻ കാർഡായി, ഇന്ത്യൻ സിറ്റിസനായി. ഇത് 10 വർഷം കൊണ്ട് കൊടുത്തതാരാ? മമതാജിയാണ്. അപ്പോൾ അത്തരം ഇരട്ടി വോട്ടുകൾ 3, 4, 5 വോട്ടുള്ളതിനെ SIR കൂടി നിർത്തിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലം NDAക്കായിരിക്കുന്നു. അതാണ് പറയുന്നത്. കാലാകാലങ്ങളിൽ അവിടെ 74-84 വോട്ടിംഗ് % ഉള്ളത് 92.9 93-ലേക്ക്
ഒരു 100%-ന് 7% കുറവ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ജനം അറിഞ്ഞ് വോട്ട് NDAക്ക് കൊടുത്തിരിക്കുന്നു എന്ന ആരാധ്യനായ പ്രധാനമന്ത്രി. ഇവിടെ കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളൊക്കെ അതെ ഇപ്പം നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. വോട്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് റേഷൻ കാർഡ് നഷ്ടപ്പെടുമെന്നാണ്. റേഷൻ കാർഡ് കട്ട് ചെയ്യുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ബംഗാളികളുണ്ടോ, രോഹിന്ദുകളുണ്ടോ, മറ്റ് നുഴഞ്ഞേറി പോയിട്ടുള്ളവരുണ്ടോ, വന്നില്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് കട്ട് ചെയ്യുമെന്ന് അത് അവരുടെ മമതയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊരു ഗുണ്ടായിസമാണ്. അല്ലാതെ ഇത് പിന്നെ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ റേഷൻ കാർഡ് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യൻ വോട്ടർ കാർഡും റേഷൻ കാർഡും കട്ട് ചെയ്യാൻ മമതയ്ക്ക് അധികാരമില്ല. കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് കൊടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചെയ്യേണ്ടത്. അത് ചേട്ടൻ പറഞ്ഞതിലൊരു നിർണായക പോയിൻ്റുണ്ട്. എല്ലാ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിലും 10-12 പേര് തിരഞ്ഞെടുപ്പിൽ മരിക്കും. ബൂത്ത് പിടുത്തവും അതുപോലുള്ള അക്രമങ്ങളും സ്വജനപക്ഷപാതവും വോട്ട് ചെയ്യുക. അവരുടെ വോട്ട് ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷം ചെയ്യുന്ന പോലെ മമത അക്രമം അഴിച്ചുവിടും. അവരുടെ വോട്ട് പോളിംഗ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം അടിയും ബഹളവുമാണ്. കഴിഞ്ഞ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ 14 പേരാണ് മരിച്ചത്. ഇപ്പോൾ അമിത്ഷാ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പോലും മരിക്കാതെ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കേന്ദ്രത്തിലുള്ള സേനയും സംസ്ഥാന പോലീസും കൂടി ചേർന്ന് ഇലക്ഷൻ ജനാധിപത്യം വിനിയോഗിച്ചു. അപ്പോൾ ആ ഒരു സമാധാന അന്തരീക്ഷം അവിടെ ഒരുക്കി കൊടുത്തത് കൊണ്ടാണ് ഈ 93% വോട്ടിലേക്ക് അവിടെ വരുവാൻ കാര്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് പോളിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര ഇൻ്റലിജൻസിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അറിയാം. NDA ക്യാമ്പുകളിലേക്കാണ് ആ വോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉറപ്പായിട്ടും 154-ൽ 110 സീറ്റും ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ NDA BJP മുന്നണി നേടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള നെറികെട്ട ഭരണമാണ്. എന്തിനേറെ പറയുന്നു, ഗവർണറെ പോലും അവിടെ വിട്ടിട്ടില്ലല്ലോ നമ്മൾ ആനന്ദ് ബോസ് സാറിന്. അദ്ദേഹത്തിനെ പോലും സമാധാനപരമായിട്ട് കൽക്കട്ട രാജ്ഭവനിൽ ഇരുന്ന് ഭരിക്കുവാൻ അനുവദിച്ചിട്ടില്ല. അദ്ദേഹം പോണ സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധം. നമ്മളെവിടുത്തെ നേരത്തെ ഇരുന്ന ഗവർണറെ SFIക്കാർ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇട്ട് തടഞ്ഞതുപോലെ അത്തരം വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ഒരു IAS-കാരനായതുകൊണ്ട് മാന്യമായ രീതിയിൽ പിടിച്ചു നിന്നു. പക്ഷേ അത്തരത്തിൽ ഭരണ കേന്ദ്രങ്ങളിൽ പോലും ഗുണ്ടായിസം പ്രവർത്തിച്ചുകൊണ്ട് മമതയുടെ തൃണമൂൽ കോൺഗ്രസും അവിടെ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ചില സീറ്റുകൾ BJP നേടുക, ബംഗാളിൽ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ BJP ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും അവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം എന്നുള്ളതല്ലേ? അല്ല, അത് ഉറപ്പാണ്. തമിഴ്നാട്ടിലും കേരളത്തിലെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചർച്ച അടുത്ത് വരുംതോറും BJPക്ക് ഒരു തൂക്കിലേക്ക് വരുന്നോ, BJPക്ക് 5-ൽ കൂടുതൽ കിട്ടുമെന്നൊക്കെ ചില അഭിപ്രായ സർവേകളും ചില രാഷ്ട്രീയ പഴയകാല നിരീക്ഷകരും പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ സാധാരണ ജയശങ്കർ വക്കീലൊന്നും അങ്ങനെ പറയാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ കണക്കിൽ 5 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ തൂക്കിലേക്ക് വരികയില്ലേ? ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അതുപോലെ CPM 40 വർഷത്തോളം ഭരിച്ച ബംഗാളിലെ ഒരു MPയോ ഒരു MLAയോ സംസ്ഥാനത്ത് അവർക്കില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു രാജ്യസഭാ MP ഉണ്ടായിരുന്ന ആളിൻ്റെ കാലാവധി തീർന്നു. അപ്പോൾ CPMൻ്റെ ഗതികേട് ആലോചിച്ച് നോക്കണം. CPM-ഉം BJPയുടെയും കൊടികൾ ചേർന്ന് നിർന്നുകൊണ്ടാണ് മമതയുടെ ഗുണ്ടകളെ ഒതുക്കിക്കൊണ്ട് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. അവിടുത്തെ ഏറ്റവും കൂടുതൽ CPMൻ്റെ ബ്രാഞ്ച് ലോക്കൽ തലത്തിലെ പ്രവർത്തകർ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയത്. അതുപോലെ അവരുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാനത്തിൻ്റെ ഉന്നത നേതാവായ സരോജിനി എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു ടീം വനിതകളാണ് മഹിളാ മോർച്ചയിലേക്ക് വന്ന് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ബംഗാളിലെ മമതയുടെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിപ്പിക്കണം, സ്റ്റാലിൻ്റെ അവിടെ നില മെച്ചപ്പെടുത്തണം, കേരളത്തിൽ തൂക്ക് സഭയിലേക്ക് വരണം, ആസാമിൽ പൂർണ്ണമായിട്ട് വീണ്ടും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകും, പോണ്ടിച്ചേരിയിൽ വീണ്ടും മുഖ്യമന്ത്രിയാകും. ആ രീതിയിലേക്ക് കേന്ദ്രത്തിലെ NDAയുടെ പാർലമെൻ്ററി ലീഡർമാരുടെയും അമിത്ഷായുടെയും നിവിൻ നവീൻ്റെയും പ്രധാനമന്ത്രിയുടെയും കണക്കുകൾ യാഥാർത്ഥ്യത്തിലേക്ക് ബംഗാൾ തിരഞ്ഞെടുപ്പോടുകൂടി വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.